ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രധാന വാർത്തകൾ. വെൽഫെയർ പാർട്ടി ആര്യങ്കാവ് കഴുതിരുട്ടി ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമി പിടിച്ചെടുക്കാൻ നടത്തിയ സൂചനാ സമരം സംഘർഷത്തിൽ. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്ക്. CPM സംസ്ഥാനത്ത് വംശനാശ ഭീഷണി നേരിടുകയാണെന്ന് BJP സംസ്ഥാന കൌൺസിൽ അംഗം PK കൃഷ്ണദാസ്. 6 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ഷാഹിർ ഷാ മടങ്ങിയെത്തി. സൂപ്രണ്ടിനെ ജീവനക്കാരും രോഗികളും ചേർന്ന് സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. വെൽഫെയർ പാർട്ടി കഴുതിരുട്ടി ഹാരിസൺ എസ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ നടത്തിയ സൂചനാ സമരത്തിൽ സംഘർഷം. ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തെന്മല 13 കണ്ണറ പാലത്തിന് സമീപത്തു നിന്നും പ്രകടനമായി എത്തിയ വെൽഫെയർ പാർട്ടി പ്രവർത്തകരെ പോലീസ് കഴുതിരുട്ടിയിൽ തടയുകയായിരുന്നു. പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി.
2 പ്രവർത്തകർക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും നിരവധി പ്രവർത്തകർക്ക് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റു. ഇതുകൂടാതെ രാവിലെ 9 മണിക്ക് ഭൂമി കയ്യേറ്റ സമരം വിലയിരുത്താൻ കഴുതുരുട്ടിയിലെത്തിയ വെൽഫെയർ പാർട്ടി പ്രവർത്തകരെ തോട്ടം തൊഴിലാളികൾ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. ഒപ്പം 500ഓളം വരുന്ന തോട്ടം തൊഴിലാളികൾ കഴുതുരുട്ടിയിൽ ഹാരിസൺ എസ്റ്റേറ്റിലേക്കുള്ള റോഡിൽ തടിച്ചുകൂടി. വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാനത്തുടനീളമുള്ള പ്രവർത്തകരാണ് ഭൂരഹിതർക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സൂചനാ സമരം നടത്തിയത്. സമരക്കാരെ തടയാൻ പുനലൂർ ഡിവൈഎസ്പി മധുസൂദനന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം തന്നെ കഴുതുരുട്ടിയിലെത്തിയിരുന്നു. തുടർന്ന് കഴുതുരുട്ടി അമ്പരാട് റോഡിൽ നിലത്ത് കുത്തിയിരുന്ന് പാർട്ടി പ്രവർത്തകർ പൊതുസമ്മേളനവും നാടൻപാട്ടും നടത്തി. ഭൂമി നൽകുന്ന കാര്യത്തിൽ കേരളത്തിൽ ഇരുമുന്നണികളും പരാജയരാണെന്നും ഗ്രൂപ്പ് പോരിലും വിഭാഗീയതയിലും തമ്മിത്തല്ലി നൽകുന്ന ഇരുമുന്നണികളും അധികാരത്തിലെത്തുമ്പോൾ ഭൂമി പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. വൈകിട്ട് 5 മണിയോടെ സമരക്കാർ സൂചനാ സമരം മതിയാക്കി പിരിഞ്ഞുപോകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. അച്ചൻകോവിലിൽ ആദിവാസികൾക്ക് ചികിത്സ ലഭ്യമാകുന്നില്ല. അച്ചൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം അനാസ്ഥയുടെ നടുവിൽ വീർപ്പുമുട്ടുകയാണ്. കഴിഞ്ഞ മാസം അച്ചൻകോവിൽ മുതലത്തോടിൽ 9 വയസ്സുകാരി ചികിത്സ ലഭ്യമാകാതെ മരിച്ചതിന് തൊട്ടുപിന്നാലെ കഴിഞ്ഞ ദിവസം അച്ചൻകോവിൽ ST കോളനിയിൽ യുവാവ് ചികിത്സ ലഭ്യമാകാതെ മരിച്ചു. ST കോളനി നിവാസി ഷൈജു ആണ് മരിച്ചത്. ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷൈജുവിനെ ചെങ്കോട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിക്കുകയായിരുന്നു. വനത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന അച്ചൻകോവിൽ മേഖലയിൽ ആകെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം കാര്യക്ഷമമല്ലാത്തതിന്റെ ഫലമായിട്ടാണ് ആദിവാസികൾ മരണപ്പെടുന്നതെന്നാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആഴ്ചയിൽ 4 ദിവസം മാത്രം എത്താറുള്ള ഡോക്ടർ പകൽ 10 മണി മുതൽ 1 മണി വരെ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ പലപ്പോഴും 11 മണിക്കും 12 മണിക്കും ഡോക്ടർ സ്ഥലം വിടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ആദിവാസികളിൽ പലരും പല രോഗങ്ങളുമായി ആശുപത്രിയിൽ എത്താറുണ്ടെങ്കിലും ഇവരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാറില്ലെന്നും പനിക്കുള്ള മരുന്നുകൾ മാത്രം നൽകി തിരികെ അയക്കാറാണ് പതിവെന്നും ആക്ഷേപമുണ്ട്. മറ്റൊരു പ്രശ്നം അച്ചൻകോവിലിൽ നിന്നും പൊല്ലൂരിലേക്കും ചെങ്കോട്ടയിലേക്കുമുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയാണ്. സുഖമില്ലാത്ത രോഗികളുമായി കിലോമീറ്ററുകൾ കടന്ന് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും രോഗി മരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ആദിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലാകെയുള്ള ആശ്രയം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ആംബുലൻസ് ആണ്. ആദിവാസികൾക്ക് ആംബുലൻസ് സൗജന്യമാണെങ്കിലും പലരുടെയും ജീവൻ പാതി വഴിയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനവും കിടത്തി ചികിത്സിക്കാനുള്ള ഒരു ആശുപത്രിയുമാണ് ഇവരുടെ ആവശ്യം. ഇതുകൂടാതെ ആദിവാസി ക്ഷേമസമിതിയും പ്രദേശത്തെ പൊതുപ്രവർത്തകരും മരിച്ച പെൺകുട്ടിയുടെയും യുവാവിന്റെയും കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനോ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ജനപ്രതിനിധികളും സർക്കാരും മുൻകൈ എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഒരു ചെറിയ അസുഖം ഉണ്ടായാലും അത് പുനലൂര് 10-40 കിലോമീറ്റർ പോകുന്നിടത്ത് ഇടവിച്ച് മരണപ്പെട്ടു പോകുക. ആശുപത്രി കേസ് കിട്ടുമെന്നും പറഞ്ഞ് ഇല്ല, അച്ചൻകോവിലില്ല. ഉള്ളില് ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ ഇടവഴി പെട്ടെന്ന് രക്ഷപ്പെടേണ്ടത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾ മരണപ്പെടും. ഇതാണ് ഇവിടെ അച്ചൻകോവിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇത് ശരിക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ആശുപത്രി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുന്നത് ഇതുപോലെ ഒരു രോഗിയെ കാണുന്നത് എന്തുവാ എനിക്ക് പനി, ശരി പനി, ഉടനെ അവര് ലിസ്റ്റ് കുറിക്കുന്നു, ഗുളികയ്ക്ക് എഴുതി തരുന്നു, ആ ഗുളികയും മയക്കുന്നു, ഇനി കൊണ്ടുവരുന്നു. പനി ഏത് വിധത്തില് എങ്ങനെ ഉണ്ടാകുന്നതാന്നുള്ളൊരു നല്ല പരിശോധനയായിട്ട് ചികിത്സ കാണുന്നില്ല, കണ്ടിട്ടുമില്ല. ഇതൊക്കെയാണ് മരുന്ന് ചികിത്സ എന്ന് പറയുന്നതും തരുന്നതും കഴിക്കുന്നതും. അതും കൊണ്ടുവന്നിട്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം ഒന്നുകൊണ്ടിന് ആ അസുഖം കൊടുക്കുന്നു, പിന്നെ 3-നും 4-നും പോകുമ്പോൾ ഇടവഴി ചെല്ലുമ്പോഴത്തേക്ക് മരണപ്പെടുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. നല്ലൊരു ആശുപത്രിയും ഡോക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഈ അച്ചൻകോവിൽ എന്ന് പറയുന്നത് നല്ല ഡോക്ടർ വേണം, നല്ല ആശുപത്രി വേണം. പോയില്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ഈ ആശുപത്രി ചെല്ലുമ്പോ അവരെന്തോ ചെയ്യുന്നത്? അവിടെ ചെല്ലുമ്പോ നമ്മുടെ രോഗം ചോദിക്കും. ഈ പറയും പോലെ അവര് പരിശോധിക്കാതെ ഗുളികയ്ക്ക് കുറിച്ച് വരും, ഇനി വരും. വന്നിട്ട് ഏത്തക്കൊല വെട്ടിയാണ് ഞാൻ രക്ഷപ്പെട്ടെ. വെട്ടി വേവിച്ച് അതിന്റെ വെള്ളവും കുടിച്ച് കായും തിന്നിട്ടാ എന്റെ അസുഖം മാറിയത്. വേറെ വഴിയൊന്നുമില്ല. വേറെ വഴിയൊന്നുമില്ല.
ഞങ്ങള് ഇങ്ങനാണെങ്കിൽ ഈ അച്ഛൻ്റെ നാട്ടില് ഒത്തിരി എണ്ണം ഇവിടെ ഒതുങ്ങും. ഇതേ ഞാൻ പറയാനുള്ളൂ. ആ സെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ല, അത് നല്ല ഉറപ്പ് തന്നെ. ഇന്നലെ രാവിലെ അവൻ അസുഖം പറഞ്ഞു, അടുത്ത സെയിൽസേയും ആശുപത്രി ഉണ്ടെങ്കിൽ അവന് രക്ഷ. ന്യൂസ് ബ്യൂറോ, തെന്മല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് ശില്പശാലയും സ്വീകരണവും സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ജെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട അജണ്ട, ഒരു കാര്യപരിപാടിയായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർ ഉൾപ്പെടുത്താനും ചർച്ച ചെയ്യാനും ജനപ്രതിനിധികളായിട്ടുള്ള അവർക്ക് ഏറ്റവും സഹായകരമായ തരത്തിലും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പരിഹരിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത് കേരളത്തിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇച്ചിരൂടെ കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. ഒന്ന്, പാർട്ടികൾ സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നു, ജയിച്ചു കഴിയുന്നതോടുകൂടി പാർട്ടികളുടെ ജോലി ഏതാണ്ട് തീർന്നു, പിന്നെ ജനപ്രതിനിധി അവരുടെ ജോലി ചെയ്യുന്നു. ഇത് രണ്ട് ഏകോപനമില്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ നിർത്തിയ പാർട്ടി ജനപ്രതിനിധികളും തമ്മിൽ ഒരകലം വരുന്നത് തന്നെ പ്രശ്നങ്ങൾ കുറച്ച് സങ്കീർണമാവാനിട വരുമെന്നുള്ള പ്രതിപക്ഷ ഭരണപക്ഷ പ്രശ്നങ്ങൾ എങ്ങനെയും പരിഹരിക്കാം. ഈ വരുന്ന പ്രശ്നം കുറച്ചുകൂടെ മാനസിക വിഷമം തന്നെ ഉണ്ടാവും. രണ്ടുപേർക്ക് മാനസിക അസുഖം പിടിപെട്ടായിരുന്നു കഴിഞ്ഞ നമ്മുടെ ജില്ലയിലായിരുന്നു. കാര്യം പാർട്ടി കമ്മിറ്റി ചെല്ലുമ്പോൾ പാർട്ടിയുടെ സമ്മർദ്ദം, വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരുടെ സഹായം, പഞ്ചായത്ത് കമ്മിറ്റിക്കാർ ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്ത് വിമർശനം, ഉദ്യോഗസ്ഥർക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഇത്രയൊന്നും സഹിച്ചിട്ടില്ലാത്ത അവരാകുമ്പോഴത്തേക്ക് ഈ മാനസിക സംഘർഷം എല്ലാം കൂടെ വെക്കുമ്പോൾ വല്ലാതെ നമ്മൾ സമനില തന്നെ പലതും തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. മേഖലാ പ്രസിഡന്റ് ടി വി ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരം ജില്ലാ മുൻ ജോയിന്റ് സെക്രട്ടറി കെ ബി മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഹുമാം റഷീദ്, ജോയിന്റ് സെക്രട്ടറി വിശ്വംഭരൻ, മേഖലാ സെക്രട്ടറി സുരേഷ് ഐലറ, മേഖലാ ട്രഷറർ ആർ മുരളി, ജില്ലാ കമ്മിറ്റി അംഗം എൽ രമേശ് എന്നിവർ സംസാരിച്ചു. അഞ്ചൽ, അലൈമൺ, ഏരൂർ, കുളത്തൂപ്പുഴ, ഇടമുളക്കൽ പഞ്ചായത്തുകളിലെ പ്രതിനിധികളാണ് ഈ ശില്പശാലയിൽ പങ്കെടുത്തത്. ജനുവരി 16 പുനലൂർ മുനിസിപ്പാലിറ്റി, കരവാളൂർ, ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുനലൂർ നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് ശില്പശാല സംഘടിപ്പിക്കും. പ്രസ്തുത ശില്പശാല പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്യും. പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി ജോജി മുഖ്യപ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുൻ CPM നേതാവും മാങ്കോട് വാർഡ് മെമ്പറുമായ KP രാജുവിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ CPIയിൽ ചേർന്നു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മാങ്കോട് മേഖലയിലെ CPM നേതാവും വാർഡ് മെമ്പറുമായ KP രാജുവിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. CPI നേതൃത്വത്തിൽ മാങ്കോട് അംബേദ്കർ ഗ്രാമത്തിൽ നടന്ന പൊതുസമ്മേളനം CPI നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അവരെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട പ്രസ്ഥാനം അക്രമത്തിന്റെ പാതയിലേക്ക് പോയാൽ ആ പ്രസ്ഥാനം ഒറ്റപ്പെടുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറെ ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരം സംഭവവികാസങ്ങളിലേക്കൊന്നും പോകാതെ മാങ്കോട് സമാധാനപരമായ ഒരു നാടായി ഈ നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ ചിന്തിക്കേണ്ടവർ സ്വയം ബുദ്ധിയാൽ നല്ല മനസ്സോടിരുന്ന് സാവകാശ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേണം. ചിലർക്ക് വേറെ സുഖമുണ്ട്. രാഷ്ട്രീയ പാർട്ടി മാറുന്നതിൽ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, CPIയുടെ കാര്യം നല്ലത് മാർഗമുണ്ട്. കുറച്ചുണ്ട് ഏത് പാർട്ടി പോയാലും എന്തോ സംഭവം കുഴപ്പമില്ല, ഈ CPI വരും. അങ്ങനെ ആഗ്രഹമുള്ളവർ എത്ര പരിശ്രമിച്ചാലും ശരി CPIയിലേക്ക് വരിക മാങ്കോട് മാത്രമല്ല, നിരവധിയായ പ്രവർത്തകർ പ്രദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, കല്ലിങ്കണം എന്ന് പറഞ്ഞൊരു വാർഡ് ഈ പഞ്ചായത്തിൽ പണ്ടങ്ങാണ്ട് ജോംദാനിയിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരം ജയിച്ചെന്നുള്ളതല്ലാതെ അരിവാൾ ചിഹ്നത്തിൽ അവർ ജയിച്ചിട്ടേ ഇല്ല നാല് വരെയായി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി മാണി ഗ്രൂപ്പ് ഒന്നിച്ച നിരവധിയായ ആൾക്കാർ അവർ മാറി ചിന്തിച്ചു. അവർ ഇടതുപക്ഷ പ്രസ്ഥാനം വായിച്ചപ്പോൾ ഒന്നാമായി എടുത്ത പാർട്ടി CPI. എന്തുകൊണ്ടാണ് CPI തെരഞ്ഞെടുക്കുന്നവര്? ഇവിടെ ബിജു സൂചിപ്പിച്ചല്ലോ, നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ്. രാഷ്ട്രീയ മൂല്യങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പോലും അപജയമുണ്ടായിരിക്കുന്നവർക്കുള്ള വാദങ്ങൾ വരുമ്പോഴും
അങ്ങനെ യാതൊരു വിഷയങ്ങളുമില്ലാതെ അഴിമതിരഹിതമായി ഭരണം കയ്യാവാൻ അവസരം കിട്ടുന്ന അവസരത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി ജനക്ഷേമകരമായ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ് CPI എന്നുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിക്കുറിച്ച് ചിന്തിക്കുന്നത്. ടി രതീഷ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. CPI നേതാക്കളായ സാദിഖ് സാഹിബ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അശോകൻ നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെനിഷ, ഗ്രാമപഞ്ചായത്ത് അംഗം SM ഷെരീഫ്, റഹീന സലീം, അബ്ദുൽ കരീം, K ആനന്ദവല്ലി, B അൻഷാദ്, M വിഷ്ണു എന്നിവർ സംസാരിച്ചു. 250ഓളം പേർ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി വാർഡ് മെമ്പർ KP രാജു ചാനൽ ലൈവിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. CPM സംസ്ഥാനത്ത് വംശനാശ ഭീഷണി നേരിടുകയാണെന്ന് BJP സംസ്ഥാന കൌൺസിൽ അംഗം PK കൃഷ്ണദാസ്. BJP പത്തനാപുരം നിയോജക മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM സംസ്ഥാനത്ത് വംശനാശ ഭീഷണിയിലാണെന്നും എന്തുവില കൊടുത്തും CPMനെ പരാജയപ്പെടുത്തണമെന്നും BJP അണികൾക്ക് PK കൃഷ്ണദാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ നിർദ്ദേശം നൽകി. വംശനാശം നേരിടുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സെൻസസ് എടുക്കാൻ തയ്യാറായാൽ ആ പട്ടികയിൽ ആദ്യം വരുന്ന പേര് മാർക്സിസ്റ്റ് പാർട്ടിയുടേതായിരിക്കും. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പാർട്ടിയെ ഒന്ന് തോൽപ്പിക്കാൻ സാധിച്ചാൽ ഈ പാർട്ടി പിന്നെ ഭൂമുഖത്തെ ഉണ്ടാവില്ല, കാഴ്ച ബംഗ്ലാവിൽ മാത്രമേ ഉണ്ടാവൂ. സംസ്ഥാനത്ത് BJP വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്നും പത്തനാപുരം നിയോജക മണ്ഡലം BJPക്ക് അനുകൂലമാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഒരു പുതിയ ഇക്വേഷൻ കേരളത്തിൽ രൂപം കൊള്ളുന്നത് BJPക്ക് അനുകൂലമാണ്. പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതും BJPക്ക് അനുകൂലമാണ്. തീർച്ചയായും ഇത് രണ്ടും BJPക്ക് അനുകൂലമാണ്. അതുകൊണ്ട് സാഹചര്യം അനുകൂലമാണ്. ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ BJPക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ BJPക്ക് പത്തനാപുരം നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കും എന്ന കാര്യം സംശയം.
BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നടത്തുന്ന യാത്ര സംസ്ഥാനത്ത് മറ്റ് നേതാക്കൾ നയിക്കുന്ന യാത്രയെ പിന്നിലാക്കി മുന്നേറുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് പട്ടാഴി സുഭാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി പുനലൂർ രാധാമണി, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറി മാലുമേൽ സുരേഷ്, വില്ലൂർ സന്തോഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി മാലൂർ സുരേഷ്, കണ്ണാത്ത് രാജേന്ദ്രൻ, വിളക്കുടി ചന്ദ്രൻ, B ദേവകിയമ്മ, കവലയിൽ സുജി, മാലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പത്തനാപുരം നടുക്കുന്ന സാഫല്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന നിയോജക മണ്ഡലം സമ്മേളനത്തിൽ നിരവധി BJP പ്രവർത്തകർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ സ്വയം പ്രതിരോധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S അരുണാദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S അരുണാദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ചില അനുഭവങ്ങൾ, മാലമോഷണം വരുമ്പോൾ മോഷ്ടാവ് നേരത്തെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇത് വരും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ മോഷണങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നടക്കുമ്പോഴും ഒട്ടനവധി നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ നേടിക്കൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഗൈഡൻസ് കിട്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ പരിധിയിലുള്ളപ്പോൾ മോഷണം നടക്കുന്നു. എന്നിട്ടും അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ബൈക്കിൽ വരുന്ന ഒരാൾ മാനം മോഷ്ടിക്കാൻ വന്നാൽ അതിനെ എങ്ങനെ നേരിടാം? ജനുവരി 12 മുതൽ 15 വരെ കടയ്ക്കൽ പഞ്ചായത്ത് ടൗൺ ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കടയ്ക്കൽ CI ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടുന്നതിനുള്ള പരിശീലനമാണ് പ്രധാനമായും ക്യാമ്പിൽ നടന്നത്. മോഷ്ടാക്കളെയും പിടിച്ചുപറിക്കാരെയും ബസ്സിനുള്ളിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെയും നേരിടുവാനുള്ള പരിശീലനം നിർഭയ പരിശീലനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. കുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ ബീബി, ആർ ലത, ലതിക, വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 60ാമത് വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഘവും സംഘടിപ്പിച്ചു. തിങ്കളാഴ്ചയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ചേർന്ന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. 25 വർഷങ്ങൾക്ക് 1989 ഞാനിവിടെ MP ആവുന്നത്. 1989 മുതൽ 2016 വരെയുള്ള ഈ വർഷങ്ങളിൽ ഇടയ്ക്ക് 1-2 ബ്രേക്ക് വന്നതൊഴിച്ചാൽ, പിന്നെ 1-2 പ്രാവശ്യം MP അല്ലാതായത് ഒഴിച്ചാൽ, ബാക്കി ഈ നിയോജകമണ്ഡലത്തിൽ 10-25 വർഷക്കാലം പ്രതികരിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഈ സ്കൂളിന്റെ ഒരു പഴയകാല സ്ഥിതിയെക്കുറിച്ച് എന്റെ മനസ്സിലാവുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ശ്രീ ചന്ദ്രശേഖരൻ നായർ പത്തനാപുരത്തിന്റെ MLA-യും അതോടൊപ്പം തന്നെ മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സ്കൂളിന് ചില വികസന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായത്. അതിനുശേഷം ശ്രീ പ്രകാശ് ബാബു MLA ആയി വന്നപ്പോഴും ചില കെട്ടിട നിർമ്മാണം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ചില സഹായങ്ങൾ ഉണ്ടായി. പിന്നീടാണ് ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാര വികേന്ദ്രീകരണം വരികയും ത്രിതല പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ വരികയും നമ്മുടെ ഈ സ്കൂളുകളൊക്കെ തന്നെ
ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെയൊക്കെ കൈകളിലേക്ക് മാറുകയും ചെയ്തത്. അങ്ങനെ ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിലേക്ക് വരുമ്പോൾ കുറെ കൂടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ഈ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ S വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. ആദ്യകാല ഹെഡ്മാസ്റ്റർ K രാജനെ ആദരിക്കലും ഫോട്ടോ അനാച്ഛാദനവും പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു നിർവഹിച്ചു. SMC ചെയർമാൻ റെജി ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ്, പുനലൂർ DEO ആനന്ദകുമാർ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈലജ, AEO R ഉണ്ണികൃഷ്ണൻ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A റഷീദ്, മൈക്കാമൻ വാർഡ് മെമ്പർ ബാബുരാജ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R രഞ്ജിത്ത്, ചെറുകടവ് വാർഡ് മെമ്പർ ലൈസി അലക്സ്, കറവൂർ വാർഡ് മെമ്പർ രതീഷ്, പുന്നല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MA മുഹമ്മദ്, പിറവന്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നജീബ് ഖാൻ, PTA പ്രസിഡന്റ് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 6 മാസക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടായി ഡോക്ടർ ഷാഹിർ ഷാ മടങ്ങിയെത്തി. താലൂക്ക് ആശുപത്രിയിലെത്തി ചുമതലയേറ്റ സൂപ്രണ്ടിന് ജീവനക്കാരും പൊതുപ്രവർത്തകരും രോഗികളും ചേർന്ന് വൻ സ്വീകരണം നൽകി. ആരോപണങ്ങളുടെ മുനയൊടിച്ച് നിയമ പോരാട്ടത്തിലൂടെ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായി ഡോക്ടർ ഷാഹിർ ഷാ തിരികെയെത്തി. ജൂലൈയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ട്രാൻസ്ഫർ ഓർഡർ വാട്സപ്പിലാക്കി ഡോക്ടർ സുഭകൻ എന്ന പുതിയ സൂപ്രണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ഷാഹിർ ഷാ പോലും അറിയുന്നത് കസേര പോയെന്ന്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സൂപ്രണ്ടായി ആയിരുന്നു പുതിയ നിയമനം. എന്നാൽ നിയമനത്തിനും ട്രാൻസ്ഫറിനും പിന്നിൽ അരങ്ങേറിയ തിരനാടകം രോഗികളിലും കവലകളിലും ചർച്ചാ വിഷയമായി അരങ്ങുവാഴുകയും പിന്നീട് ആറിത്തണിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ ഡോക്ടർ ഷാഹിർ ഷാ സൂപ്രണ്ടായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തിരികെയെത്തുന്നത്. 3:15 താലൂക്ക് ആശുപത്രിയിലെത്തിയ സൂപ്രണ്ടിനെ ജീവനക്കാരും രോഗികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നിലവിലെ സൂപ്രണ്ടിന്റെ അഭാവത്തിൽ DMOയുടെ നിർദ്ദേശപ്രകാരം ചുമതലയേറ്റു. ആശുപത്രിയിലും തുടർന്ന് തന്റെ ജീവിതത്തിലും ഉണ്ടായ സംഭവങ്ങൾക്ക് ആരോടും പരിഭവമില്ലെന്നും തന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തം കൂടുതൽ ഭംഗിയാക്കുകയാണ് ലക്ഷ്യമെന്നും ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. എന്റെ കുടുംബത്തെയും ഈ സ്ഥാപനത്തെയും ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഞാനാക്കിയതിൽ ഈ പുല്ലൂർ പ്രദേശത്തുള്ള അല്ലെങ്കിൽ പത്തനാപുരം താലൂക്കിലെ സമീപ താലൂക്കുകളിലുള്ള ഈ ആശുപത്രി എത്തിച്ചേരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർക്ക് ഒരു വലിയ പങ്കുണ്ട്. അത് ആണ് ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഈ ആശുപത്രിയോട് കാണിച്ചത്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ആത്മാർത്ഥമായ സേവനം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവനക്കാരതിന് ശ്രമിച്ചിട്ടുണ്ട്. ആരോടും പരാതിയുമില്ല, ഒരു പരിഭവമില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ വരുന്ന ചില തിരിച്ചടികൾ മാത്രമായിട്ട് ഞാനിത് കാണുന്നുള്ളൂ. എന്തായാലും കൂടുതൽ സമ്പൂർണമായ ഒരു ആരോഗ്യ സ്ഥാപനമാക്കി വരുന്ന ആളുകളിൽ ഈ നാടിന് പൂർണ്ണതയോട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ആശുപത്രി എൻ്റെയും എൻ്റെ കൂടെയുള്ള ജീവനക്കാരുടെയും ലക്ഷ്യം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, നേർച്ച നേർന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്നെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച, ആലിംഗനം ചെയ്ത ഒരുപാട് പേരുണ്ട്. മുഴുവൻ ആൾക്കാരോടും ഞാൻ നന്ദി പറയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം.
മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിദ്യാലയം പുനലൂർ പാഠശാലയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയം പുനലൂർ പാഠശാലയുടെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭയിലെ ജനപ്രതിനിധികളെയും കരവാളൂർ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ആദരിച്ചു. വെട്ടിപ്പുഴ പാലത്തിന് സമീപം പാഠശാലയിൽ തയ്യാറാക്കിയ വേദിയിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് വിമർശനങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ജനപ്രതിനിധികളൊക്കെ തന്നെ. അവരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ജനപ്രതിനിധികൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ 5-10 വർഷക്കാലം, ഏതാണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ഏതാണ്ട് 15 വർഷക്കാലമായ ജനപ്രതിനിധിയാണ്. രണ്ടാമത്തെ ടൈം പഞ്ചായത്ത് പ്രസിഡന്റായത്, 2.5 കൊല്ലം വൈസ് പ്രസിഡന്റായിട്ട് ഇരുന്നാണ്. എന്നാലും ജനപ്രവർത്തനങ്ങൾക്ക് മാത്രം മൂല്യം കൊടുക്കുന്ന അഴിമതിരഹിതമായ ഒരു ഭരണം, മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഭരണ സംവിധാനങ്ങൾ, അങ്ങനെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാട്ടിലെ പൊതുവായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധികളും അതുപോലെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിന് ആഭിമുഖ്യം കൊടുക്കുന്ന ഒരു സംഘടന. അഴിമതിരഹിത ഭരണമാണ് വേണ്ടതെന്നും ജനപ്രതിനിധികൾ എന്നും ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നും പ്രസിഡന്റ് വി രാജൻ അഭിപ്രായപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ അധ്യക്ഷത വഹിച്ചു. BK ശശിധരൻ സ്വാഗതം പറഞ്ഞു. ബ്രഹ്മകുമാരി ഡയറക്ടർ രാജായോഗിനി BK പങ്കജം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലേഴ്സിനെയും പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ആദരിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, വാർഡ് കൌൺസിലർ ജയപ്രകാശ്, BK പ്രഭാകരൻ, BK രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെൽഫെയർ പാർട്ടി ആര്യങ്കാവ് കഴുതിരുട്ടി ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമി പിടിച്ചെടുക്കാൻ നടത്തിയ സൂചനാ സമരം സംഘർഷത്തിൽ. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്ക്. CPM സംസ്ഥാനത്ത് വംശനാശ ഭീഷണി നേരിടുകയാണെന്ന് BJP സംസ്ഥാന കൌൺസിൽ അംഗം PK കൃഷ്ണദാസ്. 6 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ഷാഗർ ഷാ മടങ്ങിയെത്തി. സൂപ്രണ്ടിനെ ജീവനക്കാരും രോഗികളും ചേർന്ന് സ്വീകരിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.